بسم الله الرحمن الرحيم وما أنتم بمعجزين في الأرض ولا في السماء وما لكم من دون الله من ولي ولا نصير والذين كفروا بآيات الله ولقائه أولئك يئسوا من رحمتي وأولئك لهم عذاب أليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1348 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 22-23 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أنتم بمعجزين في الأرض ولا في السماء وما لكم من دون الله من ولي ولا نصير والذين كفروا بآيات الله ولقائه أولئك يئسوا من رحمتي وأولئك لهم عذاب أليم. صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ 22-23 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജനതയോട് സംവദിച്ച വിഷയങ്ങൾ പരാമർശിക്കുന്നതിനിടക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിഷേധ നിലപാട് സ്വീകരിച്ച് നിലകൊള്ളുന്ന സത്യവിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വരാൻ സന്നദ്ധരല്ലാതെ ശത്രുതയോടുകൂടി മാറി നിൽക്കുന്ന ആളുകളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഉണർത്തുകയും ഒക്കെ ചെയ്യുകയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അടങ്ങിയിട്ടുള്ള ആയത്തുകളിലായിട്ട്. അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടികർമ്മം തുടങ്ങിയത്, അതിനൊരു നൈരന്തര്യം അവൻ സംവിധാനിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്നത് ഭൂമിയിൽ സഞ്ചരിച്ച് നിരീക്ഷിച്ച് കണ്ട് മനസ്സിലാക്കാനാണ് അള്ളാഹു ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളിലായിട്ട് ആ ആളുകളോട് നിർദ്ദേശിക്കുന്നത്. ഒന്നാമത് വട്ടം അള്ളാഹു സൃഷ്ടികർമ്മം നടത്തിയതുപോലെ വീണ്ടും മറ്റൊരു തവണ അള്ളാഹു ഇവരെയൊക്കെ തന്നെയും പുനഃസൃഷ്ടിക്കുക തന്നെ ചെയ്യും എന്നാണ് അവിടെ തുടർന്ന് സൂചിപ്പിക്കുന്നത്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ പുനഃസൃഷ്ടി എന്ന് പറയുന്നത്, പുനരുത്ഥാനം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അതിനെ തുടർന്ന് അവൻ ഇച്ഛിക്കുന്നവർക്ക് കാരുണ്യവും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ശിക്ഷയുമാണ് നൽകപ്പെടുക. എല്ലാവരും തന്നെ അവന്റെ അടുക്കലേക്കാണ് തിരികെ എത്താനുള്ളത് എന്നുകൂടി അള്ളാഹു പറഞ്ഞു വെക്കുകയാണ് നമ്മൾ ഇന്നലെ വായിച്ച ആയത്തുകളിലായിട്ട്. അതിനെ തുടർന്നുള്ള ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ ഒന്ന് ശ്രദ്ധാപൂർവം വായിച്ചു നോക്കാം. വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദി വലാ ഫിസ് സമാ. അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹുവിനെ അങ്ങ് തോൽപ്പിച്ചു കളയുന്ന, അള്ളാഹുവിനെ അതിജയിച്ചു കളയുന്ന, അള്ളാഹുവിനെ പരാജയപ്പെടുത്തുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് അവന്റെ പദ്ധതികളെ പൊളിച്ചു കളയുന്നവരല്ല. അത് നിങ്ങൾക്ക് ഭൂമിയിലും സാധ്യമല്ല, ആകാശത്തിലും സാധ്യമല്ല. വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദി വലാ ഫിസ് സമാ.
അള്ളാഹു നിശ്ചയിച്ച സമയം എത്തുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ എവിടെയാണെങ്കിലും പിടികൂടപ്പെടും. നിങ്ങൾ ആകാശത്തിലാണെങ്കിലും പിടികൂടപ്പെടും. ഭൂമിയിൽ പാതാളത്തിലോട്ട് അങ്ങ് ഇറങ്ങിപ്പോയി ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്രയും ആഴത്തില് നിങ്ങൾ സ്വയം ഒളിപ്പിച്ചു എന്ന് വെക്കുക. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമാവുന്നില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തില് നിങ്ങളെ പിടികൂടുക എന്നത് സാധ്യമായ ഒരു കാര്യമാണ്. ഇനി ആകാശത്തിലാണ് ഇതുപോലെയുള്ള വലിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആകാശങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ ഒളിപ്പിച്ചു എന്ന് വെക്കുക. എന്നാൽ പോലും നിങ്ങൾ അള്ളാഹുവിനെ തോൽപ്പിക്കാൻ പോകുന്നില്ല. ഇക്കാര്യമാണ് അള്ളാഹുവിടെ പറയുന്നത്. നിങ്ങൾക്ക് നിശ്ചയിച്ച അജല് തീർച്ചയായിട്ടും ആ അജല് പൂർത്തിയാകുന്നതോടുകൂടി നിങ്ങളെ അവൻ പിടികൂടും. നിങ്ങളിൽ ഒരാൾക്കും തന്നെ അള്ളാഹുവിനെ ആകാശത്തിലോ ഭൂമിയിലോ തോൽപ്പിച്ചു കളയാമെന്ന് കരുതണ്ട. സമീപകാലത്ത് ബഹിരാകാശ യാത്ര നടത്തിയ ആളുകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അവരുടെ അനുഭവങ്ങൾ പലതും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ അവരുടെ ചിന്തയുടെയും ഭാവനയുടെയും പുതിയ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന ഒരു അനുഭവമാണ് ബഹിരാകാശ യാത്ര. അതും കണക്കുകൂട്ടലിന് വിരുദ്ധമായി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഉദ്ദേശിച്ചു പോയ ആളുകൾ മാസങ്ങൾ തന്നെ തങ്ങേണ്ടി വരികയും അവർക്ക് അതിജീവനത്തിന് വേണ്ട പുതിയ സാധ്യതകളെയും രീതികളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് മാത്രം ജീവൻ നിലനിർത്തി പോരാൻ വേണ്ട വലിയ ശ്രമങ്ങൾ നടത്തേണ്ടിയൊക്കെ വന്ന സംഭവങ്ങളാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയാൻ കഴിയുന്നത്. അപ്പൊ ആകാശങ്ങളുടെ ഉയരങ്ങളിൽ അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയാത്ത അത്രയും ബാഹുല്യമുള്ള വലിപ്പമുള്ള ഒരു ആകാശപ്രതലത്തില് ശൂന്യാകാശത്ത് എത്തിയതിന് ശേഷം അവിടെ നമ്മളെ സ്വയം ഉപേക്ഷിച്ചു പോന്നു, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു നമ്മുടെ പെട്ടകം തിരികെ പോന്നു എന്ന് വെക്കുക. എന്നാൽ പോലും ഒരാളുടെ അജലെത്തുമ്പോ അയാൾ അള്ളാഹു ഏറ്റുവാങ്ങും, അള്ളാഹു പിടികൂടും. ആകാശത്തിന്റെ അഖ്താറുകളെ ഭേദിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, അതിന് ഒരു പ്രത്യേക സുൽത്താനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒരു പ്രത്യേക കരുത്തും ശക്തിയൊക്കെ വേണം. അതില്ലെങ്കിൽ അതില്ലാതെ കണ്ട് നിങ്ങൾക്ക് ആകാശങ്ങളുടെ അഖ്താറുകളെ, അതിന്റെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്നൊക്കെ ഖുർആൻ പറയുന്നു. അവിടെയും അള്ളാഹുവിനെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വയം മുക്തനായി പോയി കളയാം എന്നാരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല. അള്ളാഹു ഭൂമിക്കടിയിൽ എങ്ങോട്ട് പോയി ഒളിച്ചാലും ആകാശത്തിന്റെ എത്ര വലിയ ഉന്നതിയിലേക്ക് ഒരാൾ എത്തിപ്പെട്ടാലും അയാളുടെ അജലെത്തുമ്പോ, അയാളെ പിടികൂടേണ്ടി വരുമ്പോ തീർച്ചയായിട്ടും അള്ളാഹു അത് ചെയ്യാൻ കരുത്തുള്ളവനാണ്. ഒരിക്കലും തന്നെ അവർക്ക് ആർക്കും അള്ളാഹുവിനെ അതിജയിച്ചുകൊണ്ടുള്ള കരുത്ത് കാണിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനെ തോൽപ്പിച്ചു കളയാൻ അവർക്ക് സാധ്യമല്ല എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. നിഷേധികളായ മക്കയിലെ ആളുകളോട് അവരുടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിഷേധ നിലപാടും നിഗളിപ്പും അഹന്തയും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത്, വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദി വലാ ഫിസ് സമാ. നിങ്ങൾ ഈ നിഗളിപ്പ് കാണിച്ചതുകൊണ്ട്, നിഷേധം കാണിച്ചതുകൊണ്ട്, ധിക്കാരം കാണിച്ചതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ആരും തന്നെ ആകാശത്തിൽ എവിടെയാണെങ്കിലും ഭൂമിയിൽ എവിടെയാണെങ്കിലും അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് അങ്ങ് കുതറി രക്ഷപ്പെട്ട് കളയാം എന്ന് നിങ്ങൾ സങ്കല്പിക്കേണ്ട. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വലാ നസീർ. നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ ഒരു രക്ഷകനോ സഹായിയോ വേറെ ഇല്ലതാനും.
നിർണായകമായ കാര്യങ്ങളിൽ, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ അള്ളാഹു ഒരുക്കി തരുന്ന സൗകര്യങ്ങളും സാധ്യതകളും ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പദ്ധതികളും ആസൂത്രണങ്ങളും ഒക്കെ വിജയിക്കുന്നത്. അള്ളാഹു വലിയായിട്ടും നസീറായിട്ടും നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഭാവനയിലെ പല പദ്ധതികളും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്നത്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടോ വെല്ലുവിളിച്ചുകൊണ്ടോ ഉള്ള നിങ്ങളുടെ ഒരു മുന്നേറ്റം, അതില് അങ്ങനെ നിങ്ങളൊരു വിജയം വരിക്കാൻ പോകുന്നില്ല. അതിനൊക്കെ അള്ളാഹ് ഒരു അജല് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അജല് കഴിയുന്നത് വരെ നിങ്ങൾക്ക് ധിക്കാരികളായിട്ടോ അഹങ്കാരികളായിട്ടോ നിഷേധികളായിട്ടോ ഒക്കെ പലതും ചെയ്തു നോക്കാനൊക്കെ പറ്റും. പക്ഷെ അള്ളാഹുവിനെ നിങ്ങൾ തോൽപ്പിക്കാൻ പോകുന്നില്ല. അള്ളാഹു നിങ്ങൾക്ക് ഈ ധിക്കാരത്തിന് ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന ഒരു സമയപരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന്റെ അടുക്കലേക്ക് മടങ്ങേണ്ടതായിട്ട് വരും. വല്ലദീന കഫറൂ ബി ആയാത്തില്ല, എന്നാൽ അള്ളാഹുവിന്റെ ആയാത്തുകളെ നിഷേധിച്ച ആളുകൾ, വലിഖാഇഹി, അവനുമായുള്ള കൂടിക്കാഴ്ചയെ നിഷേധിച്ച ആളുകൾ, ഉലൈക യഇസു മിർ റഹ്മതി, അവര് ഇതിനകം തന്നെ നമ്മുടെ കാരുണ്യത്തിന്റെ കാര്യത്തില് നിരാശ ഉള്ളവരായി മാറിയിരിക്കുകയാണ്. അവരെ നിരാശ പിടികൂടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ആയാത്തുകളിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, ഒരു നാൾ അവനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന കാര്യത്തിലും വിശ്വാസമില്ലാത്ത ആളുകൾ, ഈ ആളുകള് അവരെ പരമനിരാശ പിടികൂടിയിരിക്കുകയാണ്. അത് ഇതിനകം തന്നെ അവരെ നിരാശ പിടികൂടിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വിധത്തിലാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. വല്ലദീന കഫറു ബി ആയാത്തില്ലാഹി, അള്ളാഹുവിന്റെ ആയാത്തുകളെ നിഷേധിച്ച ആളുകൾ. എന്താണ് ഈ അള്ളാഹുവിന്റെ ആയാത്തുകളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിലെ ആളുകളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക സൂക്തങ്ങൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ആയാത്തുകളാണ്. അതേപോലെ തന്നെ പ്രപഞ്ചത്തിൽ അള്ളാഹു വിന്യസിപ്പിച്ചു വെച്ചിരിക്കുന്ന അസംഖ്യം സൂചകങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഏകത്വത്തെ, അസ്തിത്വത്തെ ഒക്കെ ബോധ്യപ്പെടുത്തി തരുന്ന അസംഖ്യം ആയാത്തുകൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇത് കാണുന്ന, നിരീക്ഷിക്കുന്ന ആളുകളിൽ കൃത്യമായ ചില ധാരണകൾ അത് പകർന്നു നൽകും. അത്തരം ക്ലിയർ സൈറ്റഡ് ആയ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ട എന്ന് സ്വയം തീരുമാനിച്ച് ഹൃദയങ്ങളെ മൂടിയിട്ടുകൊണ്ട് നടക്കുന്ന ആളുകളുടെ കാര്യത്തിലൊഴികെ എല്ലാവർക്കും തന്നെയും അള്ളാഹുവിന്റെ ആയാത്തുകളിൽ നിന്ന് കൃത്യമായ സൂചനകൾ വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ അവയെ കാണണ്ട, ഉൾക്കൊള്ളേണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകള് അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയെ നിഷേധിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹുമായി എന്തെങ്കിലും ഒരു സന്ധിക്കലുണ്ടാകും എന്ന ഒരു കാര്യത്തെയും അവർ നിഷേധിക്കുന്നുണ്ട്. ആ ആളുകൾ ഒടുക്കം ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്താണ്? പരമനിരാശയാണ്. മിർ റഹ്മതി, നമ്മുടെ കാരുണ്യത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ റഹ്മത്തിന്റെ കാര്യത്തിൽ അവര് അതാ ഇതിനകം തന്നെ നിരാശ പൂണ്ടവരായി മാറിയിരിക്കുന്നു. ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് തന്നെയാണ് വേദനയേറിയ ശിക്ഷയുള്ളത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ ആയാത്തുകളെ ഒന്നിനെയും അവഗണിക്കാനുള്ളതല്ല, കണ്ണടച്ച് അവയെ കാണാതിരിക്കാനുള്ളതല്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ അള്ളാഹു അത് പ്രവാചകന്മാരും മുഖേന കേൾപ്പിക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങളായാലും പ്രപഞ്ചത്തിലെ എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങളായാലും അതൊക്കെയും വേണ്ട പരിഗണന കൊടുത്ത് ഗൗനിച്ചുകൊണ്ട് നല്ല ബോധത്തോടു കൂടി ഉൾക്കൊള്ളുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ, അള്ളാഹുവിന്റെ സ്വത്വത്തെ, അള്ളാഹുവിന്റെ യാഥാർത്ഥ്യത്തെ വായിച്ചെടുക്കാൻ, മനസ്സിലാക്കാൻ, ബോധ്യപ്പെടാൻ ഒക്കെ വേണ്ടി അള്ളാഹു ഭൂമുഖത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന സംവിധാനങ്ങളാണ് ഈ ആയാത്തുകൾ. ഈ ആയാത്തുകളെ അവഗണിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ നന്ദികേടാണ്, ധിക്കാരമാണ്. അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയെ നിഷേധിക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമായ ഒരു നിലപാടാണ്. സ്വന്തം ഉത്ഭവം എങ്ങനെ എന്ന് ആലോചിക്കുന്ന ഒരാളും തന്നെ അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയെ നിഷേധിക്കാൻ സന്നദ്ധരാവുകയില്ല.
അപ്പോ ഈ രണ്ട് അധർമ്മങ്ങൾ, കടുത്ത അക്രമങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരിതാ നിരാശ പൂണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കാര്യത്തിൽ. ഇവര് തന്നെയാണ് വേദനയേറിയ ശിക്ഷ ഏറ്റുവാങ്ങാനിരിക്കുന്നതും എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. വളരെ ശ്രദ്ധ പതിയേണ്ട ഒരു ഭാഗമാണിത്. അള്ളാഹു നിഷേധികളുടെ നിലപാട് എത്രത്തോളം ഫലശൂന്യമായതും അപകടകരമായതും അതുപോലെ ആത്മഹത്യാപരമായതുമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആർക്കും തന്നെ ഈ പ്രാപഞ്ചിക സംവിധാനത്തിൽ നിന്ന് അതിന്റെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും ബാഹുല്യമുള്ള വിസ്മയങ്ങളാണ് ഈ പ്രപഞ്ച സംവിധാനത്തിലുള്ളത്. അതൊക്കെ നോക്കി കണ്ടുകൊണ്ട് അതിന്റെ സ്രഷ്ടാവായ ഒരു നാഥനുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടാതെ നിരന്തരം അത് നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ സ്വന്തം ധിഷണയോടും ബുദ്ധിയോടും ഒക്കെ തന്നെയാണ് സംഘർഷപ്പെടുന്നത്. അവരുടെ യുക്തിബോധത്തെ അവര് തച്ചു തകർക്കുകയാണ് എന്നതാണ് വസ്തുത. അപ്പൊ അള്ളാഹുവിന്റെ അധികാര പരിധിയിൽ നിന്ന് ഞാൻ പുറത്തു കടന്ന് മറഞ്ഞിരിക്കും, ഒളിഞ്ഞിരിക്കും എന്നൊക്കെ ആരെങ്കിലും സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. അതുപോലെ അഭയം നൽകാൻ പാതാളത്തിലോ വാന ലോകത്തോ ആരെങ്കിലും അവർക്കായിട്ട് അവർ അള്ളാഹുവിൽ നിന്ന് ഒളിച്ചോടുമ്പോ അവർക്ക് അഭയം നൽകാൻ ഒരു വലിയ ഒരു നസീറോ അവർക്കുണ്ട് എന്ന് അവർ സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ അതും വലിയ അബദ്ധമാണ് അവരുടെ ഭാഗത്തുനിന്ന്. ഒരിക്കലും തന്നെ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഭൂമിക്കടിയിലോ പാതാളത്തില് എവിടെയെങ്കിലും ഒരു താവളം ഒരുക്കി കൊടുക്കാൻ ആരെങ്കിലും സന്നദ്ധമാകും എന്ന് കരുതേണ്ടതില്ല. ഒരു വലിയും അവനുണ്ടാവില്ല, ഒരു നസീറും അവനെ സഹായിക്കുന്നവനായിട്ടുണ്ടാവില്ല. വാനലോകത്തും ഇത് തന്നെയാണ് അവസ്ഥ. അള്ളാഹുവിന്റെ പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അനുസൃതമായിട്ട് മാത്രമേ ശൂന്യാകാശം പോലും പ്രവർത്തിക്കുന്നു. നമ്മളത് കണ്ടെത്തുന്നതും അവിടുത്തെ പ്രവർത്തനക്ഷമമായ പ്രതിഭാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതും ഒക്കെ സമയമെടുത്തുകൊണ്ടും അള്ളാഹു നിശ്ചയിച്ച പ്രക്രിയ അനുസരിച്ചൊക്കെയാണ്. എങ്കിൽ പോലും കാലങ്ങളുടെ തുടക്കത്തിൽ തന്നെ അവയൊക്കെയും തന്നെ അത്തരം മേഖലകളൊക്കെയും തന്നെ അള്ളാഹുവിന്റെ പ്രാപഞ്ചിക വ്യവസ്ഥക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് നിലകൊള്ളുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോ ദൈവിക സൂക്തങ്ങൾ സത്യമായി പുലരുന്നത് കൺമുന്നില് കാണാൻ ഇടവരുന്നത് കൊണ്ടാണ് അള്ളാഹുവിലും അള്ളാഹുവിന്റെ ആയാത്തുകളിലും അവനുമായുള്ള കൂടിക്കാഴ്ചയിലും വിശ്വാസമില്ലാത്ത ആളുകൾ ഇപ്പോൾ നിരാശ ബാധിച്ചവരായി മാറുന്നത്. അവർ അള്ളാഹുവിന്റെ ആയാത്തുകളെ പ്രയോജനപ്പെടുത്താനോ വിശ്വസിക്കാനോ കൂട്ടാക്കിയിട്ടില്ല. അള്ളാഹുവുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട് എന്ന കാര്യത്തെയും അവർ തള്ളിക്കളഞ്ഞതായിരുന്നു. പക്ഷെ ഇപ്പോ അവരുടെ കൺമുന്നില് സത്യം പുലർന്നു വരുന്നത് അവർ കാണേണ്ടി വരികയാണ്. അത് അവരിൽ ഉണ്ടാക്കുന്ന പ്രതികരണം കടുത്ത നിരാശയാണ് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ വളരെ പ്രതികൂലമായ നിലപാട് സ്വീകരിച്ച ആളുകൾ ഏതെങ്കിലും വിധത്തിൽ ആരുടെയെങ്കിലും സഹായമോ പിന്തുണയോ കിട്ടുകയോ ദൈവിക കാരുണ്യത്തിന്റെ വല്ല വിഹിതവും അവർക്ക് ഏറ്റുവാങ്ങാൻ കഴിയുകയോ ചെയ്യുമെന്ന് സങ്കല്പിക്കുന്നത് വളരെ മൂഢമായ ഒരു വിചാരമാണ് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഈ സൂറത്തിന്റെ തുടക്കത്തില് വായിക്കുകയുണ്ടായ ചില ആയത്തുകൾ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തില് ഒന്ന് പുനർവായന നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. സൂറത്തുൽ അൻകബൂത്തിന്റെ തുടക്കത്തിലാണ് നമ്മൾ വായിക്കുകയുണ്ടായത്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും നാം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയുണ്ടായിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖൂ, സത്യസന്ധമായ നിലപാട് സ്വീകരിച്ചവരെ തീർച്ചയായിട്ടും അള്ളാഹു തിരിച്ചറിയും. വലയഅലമന്നൽ കാദിബീൻ,
നിഷേധികളെ, കളവാക്കിയവരെ, സത്യസന്ധമല്ലാത്ത വിധത്തില് നിലപാട് സ്വീകരിച്ചവരെ തീർച്ചയായിട്ടും അവൻ അറിയുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹുവോട് പറഞ്ഞു വെക്കുന്നത്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പരീക്ഷണമാണ്. ആരുടെയും കാര്യത്തില് അത് അവരിൽ ആരാണ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളാൻ സന്നദ്ധരാകുന്നത്, ആരാണ് ഔദ്ധത്യബോധത്തോടുകൂടി നിഷേധത്തിന്റെയോ കാപട്യത്തിന്റെയോ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് എന്നത് വേർതിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ അള്ളാഹു നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ വഖഫ് സംബന്ധമായ വിവാദങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ, സമീപകാല ചരിത്രത്തിലെ ഇസ്ലാമിക പ്രവർത്തന രംഗത്തുള്ള ആളുകൾക്ക് നിരന്തരമായി പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന ചില മുഖങ്ങളുണ്ട്. ഈ ആളുകള് അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ജീവത്യാഗം ചെയ്യുന്നതിന് സന്നദ്ധരാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. സയ്യിദ് ഖുതുബും യഹിയ സിൻവാറും അതുപോലെയുള്ള പലരും ഔദ്യോഗിക ഭാഷകളിൽ അല്ലെങ്കിൽ പടിഞ്ഞാറൻ സാമ്രാജ്യത്വ ശക്തികളുടെ ഭാഷയിൽ അവര് രാജ്യദ്രോഹികളായിരിക്കും, അതുപോലെ തീവ്രവാദികളായിരിക്കും, കുഴപ്പകാരികളായിരിക്കും. പക്ഷേ ഈ ഔദ്യോഗിക മാധ്യമങ്ങളുടെ പ്രസ്താവനകളാണ് കാര്യങ്ങളുടെ മാനദണ്ഡം, കാര്യങ്ങളുടെ ഫുർഖാൻ എന്നത് മുസ്ലിം സമൂഹത്തോട് ആരാണ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്? അധികാരത്തോട് ഒട്ടി നിൽക്കുന്ന ആളുകള്, അധികാരം കൈയാളുന്ന ആളുകള്, അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തോട് ചങ്ങാത്തം നിലനിർത്തി പോരുന്നവരും അവർക്ക് വേണ്ടി ചാഞ്ഞും ചെരിഞ്ഞും നിലപാടുകളെയും നയങ്ങളെയും ഒടിച്ചും വളച്ചും കൊടുക്കാൻ സന്നദ്ധരാകുന്നവരുമൊക്കെ യഹിയ സിൻവാറിനെയും സയ്യിദ് ഖുതുബിനെയും പോലെയുള്ള മഹാരഥന്മാരെ അക്രമികളായിട്ടോ അല്ലെങ്കിൽ കുഴപ്പകാരികളായിട്ടോ തീവ്രവാദികളായിട്ടോ ഒക്കെ ചിത്രീകരിച്ചെന്നവർ. എന്നാൽ അള്ളാഹുവിന്റെ കിതാബ് മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ വിലയിരുത്തി നോക്കൂ. ജീവൻ നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലെ പ്രയത്നങ്ങൾക്ക് സന്നദ്ധരായവർ ആരാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പോലും അണിഞ്ഞിട്ടില്ലാത്ത ശുഭ്രു അല്ലെങ്കിൽ ശുഭ്രവസ്ത്രം അണിഞ്ഞ ആളുകൾ എന്ത് ആണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നതും നമുക്ക് ആലോചിക്കാവുന്നതാണ്. മുസ്ലിം സമൂഹത്തിലെ പൗരോഹിത്യം ആ തിളക്കമുള്ള വെള്ള വസ്ത്രങ്ങളുടെ പേരിലാണ് അവരുടെ പൗരോഹിത്യത്തിന്റെ ഒരുപക്ഷെ ആ പൗരോഹിത്യം സ്ഥാപിച്ചെടുക്കുന്നുണ്ടാവുക. അള്ളാഹുവിന്റെ പ്രവാചകനും അദ്ദേഹത്തിന്റെ ആദ്യകാല അനുയായികൾക്കും ഒന്നും അത്രത്തോളം വെളുപ്പും തിളക്കവും എന്നുള്ള വെള്ളവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ചരിത്രപരമായി അത് പരിശോധിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അന്ന് ലഭ്യമായിരുന്ന ചില വെളുപ്പിനോട് അടുത്ത നിറമൊക്കെ ആണ് ഉണ്ടായിരുന്നത്. ഞാൻ വെള്ളവസ്ത്രം മോശമാണെന്നുള്ള എനിക്ക് പറയല്ല. പക്ഷെ പൗരോഹിത്യത്തിന്റെ ഗർവും അല്ലെങ്കിൽ ഹുങ്കും കാണിക്കാൻ വേണ്ടി അതൊരു സംസ്കാരമാക്കി അങ്ങനെ തലയിലേറ്റി കൊണ്ട് നടക്കുകയാണ് ചില ആളുകൾ. അതിലൂടെ ചില എളുപ്പം അവർക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ആളുകളൊന്നും തന്നെ നമ്മളുടെ ഖതീആത്തുകളെ ഏറ്റുവാങ്ങാൻ പോകുന്നില്ല. അങ്ങനെയാണല്ലോ മക്കയിലെ ആളുകളോട് ഈ സൂറത്തുൽ അൻകബൂത്തിന്റെ തുടക്കത്തില് ആദ്യകാല മുസ്ലിങ്ങളോട് അവരുടെ മാതാപിതാക്കളും അടുത്ത ആളുകളൊക്കെ പറയുകയുണ്ടായത്, വലനഹ്മിൽ ഖതായാക്കും, നിങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ പേറിക്കൊള്ളാം, അതിന്റെ പേരിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട എന്നാണ്. പാപങ്ങൾ ഇവരാരും പേറാൻ പോകുന്നില്ല. പച്ച കള്ളമാണ് ഈ പൗരോഹിത്യത്തിന്റെ ആളുകൾ പറയുന്നത്. ശരി തെറ്റ് എന്നത് തീരുമാനിക്കാൻ ഇവരിലെ ചില മടയന്മാര് പറയുന്നത് പോലെ ജനകീയ അടിത്തറ ആരുടെ കൂടെയാണ്, മുസ്ലിം ബഹുജന സാമാന്യം അവരുടെ എണ്ണത്തിൽ ആരുടെ കൂടെയാണ് എന്നത് നോക്കിയിട്ടൊന്നുമല്ല ഒരു കാലത്തും തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു നിശ്ചയിച്ച ചില മാനദണ്ഡങ്ങളുണ്ട് അതിന്.
വിശുദ്ധ ഖുർആൻ ഉടനീളം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നമ്മെ ഏൽപ്പിച്ചു പോയിട്ടുള്ള സുന്നത്തില് നമുക്ക് കാണാൻ കഴിയുന്നതും ഈ മാനദണ്ഡങ്ങളും ഈ കാര്യങ്ങളും ഒക്കെയാണ്. ആ വിശുദ്ധ ഖുർആനാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് പരീക്ഷണത്തിന്റെ അവസ്ഥകൾ തരും. ഏറ്റുമുട്ടലിന്റെയോ യുദ്ധത്തിന്റെയോ ജിഹാദ് ചെയ്യേണ്ടതിന്റെയോ ഒക്കെ ആവശ്യമാവുന്ന സാഹചര്യങ്ങൾ അവൻ തരുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളിൽ വിശ്വാസികൾ ആര്, കപടന്മാരാര്, നിഷേധികൾ ആര് എന്നതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അള്ളാഹു വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ഈ ആളുകളുടെ നിലപാടുകളുടെ പിന്നാമ്പുറത്തേക്കൊന്ന് നോക്കിയാൽ പിന്നിട്ട കാലത്ത് അവരൊരു തരിമ്പ് പോലും വേർപ്പൊഴുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഇനിയും അധികാരത്തോട് ഒട്ടി നിൽക്കുന്ന ഈ ആളുകളോടൊപ്പം നിന്നാൽ ഒരുപാട് സൗകര്യങ്ങളും നയിന്നും വരും. അള്ളാഹു നിശ്ചയിച്ച ഒരു കാലം വരെ അതൊരു സൗകര്യമായിട്ട് പലർക്കും ഭവിച്ചെന്നും വരും. പക്ഷേ അവരാരും തന്നെ അതിന്റെ പേരിൽ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരോ അല്ലെങ്കിൽ സത്യത്തിന്റെ മാർഗത്തിൽ ജീവത്യാഗം ചെയ്തവരോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്നവരോ ഒരിക്കലും ആവുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ സെയ്ദ് ഖുത്തുബിന്റെ കാര്യത്തില് അദ്ദേഹത്തിന്റെ പ്രതിയോഗികളായിരുന്ന ഈജിപ്തിലെ ആ കാലഘട്ടത്തിലെ ഭരണകർത്താക്കൾ ഇന്ന് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണുള്ളത്. അവരെ പ്രശംസിക്കുന്നവരായിട്ടോ അവരെ പുകഴ്ത്തുന്നവരായിട്ടോ അവര് തെരഞ്ഞെടുത്ത ജീവിത സരണിയായിരുന്നു ശരി എന്ന് പറയുന്നവരായിട്ടോ നമുക്ക് ഏറെ പേരെ ഒന്നും കാണാൻ കഴിയില്ല. ഭൗതിക താല്പര്യങ്ങളുടെ പുറകെ പോകുന്ന ചില ചപ്പു ചവറുകൾ പോലെയുള്ള മനുഷ്യരെ അല്ലാതെ. അതേപോലെ തന്നെയാണ് യഹിയ സിൻവാറിന്റെയും കാര്യം. പാശ്ചാത്യ ശക്തികളോട് ഒപ്പം ഒട്ടി നിന്നുകൊണ്ട് അറബ് പൗരോഹിത്യത്തിന്റെ പിൻബലത്തോടു കൂടി അധികാരം വാഴുന്ന ആളുകൾ എന്നല്ല, അവർ ഇസ്ലാമിക ലോകത്തെ കീറി മുറിച്ച് ഛിന്ന ഭിന്നമാക്കി കളഞ്ഞ ശത്രുക്കളോട് ഒട്ടി നിന്നുകൊണ്ടാണ് അധികാരം കൈകാര്യം ചെയ്യുന്നത്. അവരെ പിൻപറ്റാനാണോ വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്? ഒരിക്കലും അല്ല. ബുദ്ധിയുള്ളവര്, വിവേകമുള്ളവര്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവര്, സത്യം എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവര് അള്ളാഹുവിന്റെ കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങട്ടെ. എന്നിട്ട് ഓരോ ആയത്തും വെച്ച് അവര് പഠനം നടത്തട്ടെ. ഏതൊക്കെ ഘട്ടങ്ങളിലാണ് അള്ളാഹു മുനാഫിക്കുകളെയും അതുപോലെ കുഫാറുകളെയും പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് സത്യവിശ്വാസികളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങളെ കുറിച്ച് പറയുന്നത് എന്ന് പരിശോധിച്ചാൽ ഇത്തരം പ്രാതികൂല്യങ്ങളുടെ ഘട്ടങ്ങളിൽ എപ്പോഴും സുഭിക്ഷതയുടെയും സുഖക്ഷേമത്തിൻ്റെതും എന്ന് തോന്നുന്ന ഭൗതികാസക്തിയുള്ള ആളുകൾക്ക് തൃപ്തി നൽകുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു പക്ഷമുണ്ട്. അത്തരം ആളുകളുടെ വഴിയിൽ നിന്നാൽ വീട് നഷ്ടപ്പെടൂല, ബുൾഡോസർ ഏറ്റുവാങ്ങേണ്ടി വരൂല, പൗരത്വം നഷ്ടപ്പെടൂല. വളരെ ഒരു വലിയ അളവോളം കാലം ഒരു പക്ഷേ നമ്മുടെ കാലം അങ്ങ് കഴിയുന്നത് വരേക്കൊക്കെ ഒരു പക്ഷേ പ്രശ്നങ്ങളിലൊന്നും പെടാതെ കഴിയാനൊക്കെ സാധിച്ചെന്നും വരാം, അള്ളാഹു ആലം. പക്ഷേ അത് എന്നൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ദുനിയാവിലേക്ക് ഏതായാലും അത് എന്നേക്കുമായിട്ടുള്ള ഒരു പരിഹാരം ആവുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കലോ നമ്മൾ ശാപം ഏറ്റുവാങ്ങുന്ന കാപട്യത്തിന്റെ പേരിലും സത്യനിഷേധത്തിന്റെ പേരിലും നിലക്കൊണ്ട ആളുകളുടെ ഗണത്തില് ചപ്പുചവറുകളോടൊപ്പം നമ്മളും തൂത്തെറിയപ്പെടാൻ പോകുന്നു എന്നതാണ് അതിന് ഉണ്ടാകാൻ പോകുന്ന പരിണിതി എന്നതാണ് വസ്തുത. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ. ചില പൗരോഹിത്യത്തിന്റെ മുഖങ്ങളും രൂപങ്ങളും നമ്മൾ വളരെ കരുതലോടുകൂടി മനസ്സിലാക്കണം. ഖുർആനാണ് മാനദണ്ഡം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യയാണ് മാനദണ്ഡം. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബഹുഭൂരിപക്ഷം എവിടെ നിൽക്കുന്നു എന്നത് ഒരു വിഷയമേ അല്ല, അതൊരു മാനദണ്ഡമാണ് എന്നത് ഈ മഹാവിഡ്ഢികളായ ആളുകൾ ആരാണ് പഠിപ്പിച്ചത് എന്നത് അവര് പരിശോധിക്കട്ടെ. എന്നിട്ട് ശരിയായ വിധത്തിലേക്ക് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹഖിന്റെ മാർഗത്തിലേക്ക് മടങ്ങട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.